നമസ്കാരം, ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഗൾഫ് പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് UAE ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി സമ്മാനിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. UAE അമേരിക്കയുമായി നിരവധി കരാറുകൾ ഒപ്പുവെച്ച് 10 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്ന് അൽ നഹ്യാൻ. വയോജനങ്ങളുടെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരുടെയും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ സ്ലോ ഡൗൺ ട്രാഫിക് സുരക്ഷാ പദ്ധതി നടപ്പാക്കി ഷാർജ പോലീസ് ജനറൽ കമാൻഡ്. അബുദാബിയിൽ പൂർണ്ണമായും ഡ്രൈവർ രഹിത റോബോട്ട് ടാക്സി സേവനത്തിൻ്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ച് ചൈനീസ് കമ്പനിയായ വിറൈഡ്. കേരളത്തിലേക്ക് അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും നായകൻ ലയണൽ മെസ്സിയും വരില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ ഓഫീസ്. സ്പോൺസർമാർ പിന്മാറിയതാണ് കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി. പാരിസ്ഥിതിക അനുമതി പിന്നീട് നേടാമെന്ന വ്യവസ്ഥയിൽ നിർമ്മാണ പദ്ധതികൾ തുടങ്ങുന്ന രീതിക്ക് തടയിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ച 2 ഉത്തരവുകളും വിജ്ഞാപനവും റദ്ദാക്കി സുപ്രീം കോടതി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വിജയം സ്വന്തമാക്കി ചെൽസി. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന പോരാട്ടത്തിൽ നീലപ്പഴ വിജയം ഒരൊറ്റ ഗോളിന്. ഗൾഫ് വാർത്തകൾ വിശദമായി. UAE അമേരിക്ക ബന്ധം വളർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് UAE ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ സമ്മാനിച്ചു. രാഷ്ട്രത്തലവന്മാർക്ക് നൽകപ്പെടുന്ന UAE പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. ട്രംപിൻ്റെ നേതൃത്വത്തിൽ UAEയുമായി അമേരിക്കയുടെ കൂടുതൽ സഹകരണം വ്യക്തമായതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ബഹുമതിയെന്നും അധികൃതർ പറയുന്നു. UAE അമേരിക്കയുമായി നിരവധി കരാറുകൾ ഒപ്പുവെച്ചു. 10 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ $1.4 ട്രില്യൺ നിക്ഷേപിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷത്തിൽ പതിവ് പരിശോധനകൾ ഉണ്ടാകില്ലെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. വിദ്യാഭ്യാസ നിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സന്ദർശനങ്ങൾ ഇതിന് പകരം നടത്തും. സ്കൂളുകളുമായി കൂടുതൽ സഹകരിച്ച് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരമാണിതെന്ന് KSDAയിലെ ഉന്നത ഉദ്യോഗസ്ഥ ഫാത്മ ഇബ്രാഹിം ബിൽറഹീദ് പറഞ്ഞു. എഡ്യൂക്കേഷൻ 33 എന്ന ദുബായ് ഗവൺമെൻറ് വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ലക്ഷ്യബോധത്തോടെയുള്ള സന്ദർശനങ്ങളാകും KSDA നടത്തുക. വയോജനങ്ങളുടെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരുടെയും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ഷാർജ പോലീസ് ജനറൽ കമാൻഡ് സ്ലോ ഡൗൺ എന്ന പുതിയ ട്രാഫിക് സുരക്ഷാ പദ്ധതി നടപ്പാക്കി. ഈ വർഷം ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ പിൻഭാഗത്തായി സ്ലോ ഡൗൺ എന്ന് രേഖപ്പെടുത്തിയ സ്റ്റിക്കർ പതിക്കും. ഇത് മറ്റ് ഡ്രൈവർമാർക്ക് കൂടുതൽ ശ്രദ്ധയും മുൻകരുതലും നൽകാൻ സഹായിക്കും. പദ്ധതി നിലവിൽ വന്ന ശേഷം ഇതുവരെ 1500-ലധികം പേർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചതായും ജനറൽ കമാൻഡ് അറിയിച്ചു. ഡ്രൈവിംഗിൽ സുതാര്യമായ മാറ്റവും റോഡുകളിൽ വർദ്ധിച്ച സുരക്ഷയും പദ്ധതിയുടെ പ്രധാന മാറ്റങ്ങളാണ്. അബുദാബിയിൽ പൂർണ്ണമായും ഡ്രൈവർ രഹിത റോബോട്ട് ടാക്സി സേവനത്തിൻ്റെ പരീക്ഷണ ഓട്ടം ആരംഭിച്ചെന്ന് ചൈനീസ് കമ്പനിയായ വിറൈഡ് അറിയിച്ചു. ഈ സേവനം മധ്യപൂർവ്വ പ്രദേശത്ത് ആദ്യമായാണ് തത്സമയ ട്രയലിന് ഒരുങ്ങുന്നത്. വൈകാതെ സുരക്ഷാ ഡ്രൈവർ കൂടാതെയുള്ള പൊതു റോഡുകളിലെ വാഹന സർവീസ് തുടങ്ങും. 2025 വേനൽക്കാലം മുതൽ റെഗുലേറ്ററി അനുമതി ലഭിച്ചാൽ വിറൈഡിൻ്റെ സേവനം കൂടുതൽ ഏരിയകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. ഉയർന്ന ഡിമാൻഡുള്ള 2 ദ്വീപുകളായ അൽമരിയയും അൽറീൻ ദ്വീപും പുതിയ സേവന മേഖലകളായി ഉൾപ്പെടുത്തിയേക്കും. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 188 പലസ്തീൻകാരെയും കുടുംബാംഗങ്ങളെയും UAE അടിയന്തരമായി ഒഴിപ്പിച്ചു. പരിക്കേറ്റ 101 പേരെയും 87 കുടുംബാംഗങ്ങളെയുമാണ് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണത്തോടെ കറം അബു സാലിം ക്രോസിംഗിലൂടെ ഇസ്രായേലിലെ റാമോൺ എയർപോർട്ട് വഴി അബുദാബിയിലേക്ക് എത്തിച്ചത്. ദുബായ് മെട്രോയുടെയും ട്രാം സ്റ്റേഷനുകളുടെയും പുറംഭാഗം വൃത്തിയാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, കിയോളിസ്, MHA എന്നിവരും ചേർന്നാണ് ഇത് നടപ്പാക്കുക. കുറഞ്ഞ ആളുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമായി വൃത്തിയാക്കൽ നടത്തുക എന്നതാണ് ലക്ഷ്യം. ഇത് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും UAEയുടെ സുസ്ഥിര ലക്ഷ്യങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്യും. സാധാരണഗതിയിൽ 15 തൊഴിലാളികൾ വേണ്ടിവരുന്ന ഒരു സ്റ്റേഷൻ വൃത്തിയാക്കാൻ ഇനി മുതൽ ഡ്രോണും 8 തൊഴിലാളികളും മതിയാകും. ഇനി നാഷണൽ ന്യൂസിലേക്ക്. കേരളത്തിലേക്ക് അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമും ലയണൽ മെസ്സിയും വരില്ലെന്ന് സ്ഥിരീകരിച്ച് കായിക മന്ത്രിയുടെ ഓഫീസ്. സ്പോൺസർമാരായ റിപ്പോർട്ടർ ചാനലടക്കം പിന്മാറിയതാണ് ഇതിന് കാരണമെന്ന് മന്ത്രി അബ്ദുൾ റഹ്മാൻ്റെ ഓഫീസ് വ്യക്തമാക്കി. അർജന്റീന ടീമിൻ്റെ കേരളത്തിലേക്ക് വരുന്ന പരിപാടിക്ക് 3 സ്പോൺസർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ സ്പോൺസർമാർ പണം നൽകിയില്ല എന്ന വിവരം. 300 കോടി രൂപയായിരുന്നു ആകെ നൽകേണ്ടിയിരുന്നത്. ഇതിൽ 200 കോടി രൂപ അർജന്റീനൻ ടീമിന് കൊടുക്കാനുള്ള തുക മാത്രമാണ്. എന്നാൽ ഈ തുക സ്പോൺസർമാർ വഴി കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്.
രാജ്യം ദുഷ്കരമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സമയത്ത് ഭാവനാത്മകമായ ആശയങ്ങളുമായി വരരുതെന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികളോട് ഇന്ത്യൻ സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ 43 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ബലമായി നാടുകടത്തി കടലിൽ ഉപേക്ഷിച്ചെന്ന് കാട്ടിയുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശമുണ്ടായത്. നാടുകടത്തൽ നടപടി സ്റ്റേ ചെയ്യാനും ബെഞ്ച് വിസമ്മതിച്ചു. ഹർജിക്കാരനായ മുഹമ്മദ് ഇസ്മായിൽ കൊണ്ടുവന്ന തെളിവുകളുടെ ആധികാരികതയും സുപ്രീം കോടതി ചോദ്യം ചെയ്തു. പാരിസ്ഥിതിക അനുമതി പിന്നീട് നേടാമെന്ന വ്യവസ്ഥയിൽ നിർമ്മാണ പദ്ധതികൾ തുടങ്ങാമെന്ന രീതിക്ക് സുപ്രീം കോടതി തടയിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ പുറപ്പെടുവിച്ച 2 ഉത്തരവുകളും ഒരു വിജ്ഞാപനവും സുപ്രീം കോടതി റദ്ദാക്കി. ഫലത്തിൽ മുൻകൂർ അനുമതി കർശനമാക്കി. അനുമതി പിന്നീട് ലഭിക്കുമെന്ന വ്യവസ്ഥയിൽ പദ്ധതി തുടങ്ങുന്ന രീതി പാടില്ലെന്ന വ്യവസ്ഥ കർശനമായി നടപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ചാണ് ജഡ്ജിമാരായ അഭയ് യസോക്, ഉജ്ജ്വൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ചിന്റെ സുപ്രധാന ഇടപെടൽ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയ ഉത്തരവുകൾ ചോദ്യം ചെയ്ത് വനശക്തി എന്ന NGO ഉൾപ്പെടെ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. അടുത്ത 2 മാസത്തിനുള്ളിൽ ഡൽഹിയിൽ 500 ഇലക്ട്രിക് ബസ്സുകൾ കൂടി നിരത്തിലിറങ്ങുമെന്ന് സംസ്ഥാന ഗതാഗത മന്ത്രി പങ്കജ് സിംഗ്. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇലക്ട്രോണിക് ബസ്സുകൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഈ വർഷം അവസാനത്തോടെ സംസ്ഥാനത്ത് 1000 ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്താനാണ് ഡൽഹി സർക്കാർ പദ്ധതിയിടുന്നത്. ഇനി കേരള ഹൈലൈറ്റ്സ്. സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് 3300 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക പരിധി 29,529 കോടി രൂപയാണെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് അതിൽ നിന്ന് 3300 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നു എന്ന അറിയിപ്പും എത്തിയത്. വിവിധ സംസ്ഥാനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നതിനുള്ള റിഡംപ്ഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്ന കാരണം കാട്ടിയാണ് ഈ വെട്ടിക്കുറയ്ക്കൽ. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 113.67 ഇന്ത്യൻ രൂപ, ഒരു $, 85.6 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 95.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 ഇനി സ്പോർട്സ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ വിജയം സ്വന്തമാക്കി ചെൽസി. സ്റ്റാഫോർഡ് ബ്രിഡ്ജിൽ നടന്ന പോരാട്ടത്തിൽ ഒറ്റ ഗോളിനായിരുന്നു നിലപ്പടയുടെ വിജയം. മാർക്ക് കുർക്കറയാണ് ചെൽസിയുടെ വിജയ ഗോൾ സ്വന്തമാക്കിയത്. ഗോൾ തിരിച്ചടിക്കാൻ യുണൈറ്റഡ് പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മത്സരം അവസാനിക്കാൻ 16 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ സെൻറ്റർ ബാക്ക് ഓഫ്സൈഡായി മാറിയപ്പോൾ ഹാരി മാഗ്വയറിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആദ്യ ഗോൾ നിശ്ചയിക്കപ്പെട്ടു. ഇതോടെ ചെൽസിക്ക് വിജയം സ്വന്തമായി. ആനന്ദ്, ഗൾഫ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.